ഹായ്. അടുത്തായിട്ട് നമുക്ക് മൈക്രോ പ്രോഗ്രാംഡ് സി പി യു ഓർഗനൈസേഷൻ. അപ്പം നമ്മളിപ്പോൾ കുറേ മൈക്രോ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞു, മൈക്രോ പ്രോഗ്രാം സീക്വൻസേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഇത് ഒരു സി പി യുവിനകത്ത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഒരു മൈക്രോ പ്രോഗ്രാംഡ് സി പി യു ഓർഗനൈസേഷൻ എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നോർമലി അതിനകത്തൊരു സി പി യു ഉണ്ടാവും, ഒരു മെമ്മറി യൂണിറ്റ് ഉണ്ടായിരിക്കും, IO ഡിവൈസസ് ഉണ്ടായിരിക്കും. അതിൻ്റെ പുറമെ വരുന്ന കാര്യമാണ് നമ്മുടെ ഈ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ ഈ സി പി യുവിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ളതും ഒന്ന് കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടുള്ളതും. പ്രോസസ്സിംഗ് ആണ് മെയിൻ എന്ന് പറഞ്ഞ സാധനം. പക്ഷേ നമുക്ക് ആ പ്രോസസ്സിങ് നടക്കണമെന്നുണ്ടെങ്കിൽ, വൃത്തിയായിട്ട് കൃത്യസമയത്ത് നടക്കണമെന്നുണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ ഒരു കൺട്രോൾ സെക്ഷൻ വേണം. സോ ഈ മൈക്രോ പ്രോഗ്രാം സീക്വൻസർ വെച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടി മുഴുവൻ ചെയ്യുന്നത്. ഈ സി പി യുവിൻ്റെ കൺട്രോൾ മുഴുവൻ ചെയ്യുന്ന ഈ മൈക്രോ പ്രോഗ്രാം സീക്വൻസർ വെച്ചിട്ടാണ്. ഇനി നമുക്ക് അങ്ങനെ ഒരു സി പി യു ഉണ്ടാക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉള്ളൊരു സി പി യു ഉണ്ടാക്കുകയാണെങ്കിൽ ഈ മൈക്രോ പ്രോഗ്രാം സീക്വൻസിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഡയഗ്രമാണ് ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ള ഡയഗ്രാം നമ്മുടെ സിമ്പിളായിട്ടുള്ള കമ്പ്യൂട്ടർ ഡിസൈനാണ്. നോർമലി എന്തൊക്കെയാണ് ഒരു കമ്പ്യൂട്ടറിനകത്ത് വേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ഒരു മെമ്മറി വേണം, പിന്നെ വേണ്ടത് നമുക്ക് എന്തൊക്കെയാണ്, ഇവിടെ ഒരു മെമ്മറി ഉണ്ട്, പിന്നെ നമ്മുടെ ബേസിക് ഓപ്പറേഷനാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു PC ഉണ്ട്. PC എന്ന് പറയുന്നത് പ്രോഗ്രാം കൗണ്ടറാണ്. അപ്പോൾ നമ്മുടെ അടുത്ത അഡ്രസ്സ്, നമ്മൾ നെക്സ്റ്റ് അഡ്രസ്സ് ഏതാണെന്നുള്ളത് പറയുന്നത് PC ആണ്. ആ PC ആണ് അടുത്ത ഇൻസ്ട്രക്ഷൻ ഏതാണെന്ന് പറയുന്നതും അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ MAR മെമ്മറി അഡ്രസ് രജിസ്റ്ററിനകത്ത് ആ പർട്ടിക്കുലർ അഡ്രസ്സ് ഉണ്ടായിരിക്കും, എവിടെയാണ് കിടക്കണം എന്നുള്ളത്. ആ പറഞ്ഞ സ്ഥലത്ത് ലൊക്കേഷനിൽ പോയി ബസ് വഴി പോയിട്ട് ആ സാധനം പിടിച്ചുകൊണ്ട് വരും. എന്നിട്ട് നമ്മൾ മെമ്മറിയിൽ നിന്ന് ആ MAR വഴി നമ്മൾ പറഞ്ഞു കൊടുക്കും മെമ്മറിക്കകത്ത് എവിടെ കിടക്കണം എന്നുള്ളത്. അത് നമ്മൾ MBR വഴി, മെമ്മറി ബഫർ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ MBR വഴി ഡാറ്റ എടുത്തുകൊണ്ട് വരും. ഡാറ്റ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ IR, അതായത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനകത്ത് ആ സാധനത്തിനെ കോപ്പി ചെയ്ത് വെക്കും. ആ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഡീകോഡർ വെച്ച് ഡീകോഡ് ചെയ്യുന്നു. ഡീകോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു കോമ്പിനേഷൻ സർക്യൂട്ടിലേക്ക് വിടണം. ഇവിടെയാണ് നമ്മുടെ കൺട്രോളിങ് മുഴുവൻ നടക്കുന്നത് കേട്ടോ. ആ കോമ്പിനേഷൻ സർക്യൂട്ട് എന്ത് ചെയ്യുന്നു, കുറേ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നു. മാത്രമല്ല അതൊരു ഡീകോഡർ വെച്ചിട്ട് കൃത്യമായിട്ട് എന്താണ് ഓരോ സമയത്തും നടക്കേണ്ടത്, ഇപ്പോൾ നടക്കേണ്ടത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഡീകോഡ് ചെയ്ത് പറയുന്നു. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻക്രിമെൻറ്റ് ചെയ്ത് അടുത്ത സമയത്ത് എന്ത് നടക്കണം എന്നുള്ളതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ളൊരു കമ്പ്യൂട്ടർ ഡിസൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ അഡീഷണലി കാണിക്കേണ്ടത് ആ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള ALU ഒക്കെയാണ് കാണിക്കേണ്ടത്. ഇത് നമ്മൾ കൺട്രോളിങ്ങിന് വേണ്ടി പറയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പറയണമെന്നേ ഉള്ളതേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് മൈക്രോ പ്രോഗ്രാംഡ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷനാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതാണ് നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏറ്റവും മിഡിൽ നിന്ന് തുടങ്ങാം. ഒരു മൈക്രോ പ്രോഗ്രാം സീക്വൻസർ വേണം. ആ മൈക്രോ പ്രോഗ്രാം സീക്വൻസർ എങ്ങനെയാണ് പിന്നെ വർക്ക് ചെയ്യുന്നത്, അതിനാദ്യം ഏതാണ് കോഡ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കോഡ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഈ കോഡ് എവിടെ നിന്നാണ് കിട്ടുന്നത്, ഒരു അഡ്രസ് പ്രോസസ്സർ ഉണ്ട്. അഡ്രസ് പ്രോസസ്സർ എന്താ ചെയ്യണത്, ആദ്യം ഒരു പ്രോഗ്രാം കൗണ്ടർ ഉണ്ടായിരിക്കും. ആ പ്രോഗ്രാം കൗണ്ടർ നെക്സ്റ്റ് അഡ്രസ്സ് ഏതാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ആ അഡ്രസ്സ് ലൊക്കേഷൻ ഏതാണെന്നുള്ളത് പോയി അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് മെമ്മറി അഡ്രസ് രജിസ്റ്റർ എന്ന് പറയുന്ന ബസ്സിൻ്റെ സ്വന്തം രജിസ്റ്ററാണ്. അപ്പോൾ ആ പർട്ടിക്കുലർ മെമ്മറിയിൽ പോയി നിൽക്കുന്നു. ആ മെമ്മറിയിൽ നിന്ന് ആ മെമ്മറിക്കകത്ത് നമ്മുടെ ഇൻസ്ട്രക്ഷൻ കിടപ്പുണ്ട്. ആ ഇൻസ്ട്രക്ഷൻ നമ്മുടെ അഡ്രസ്സ് മാത്രമേ മെമ്മറി അഡ്രസ് രജിസ്റ്ററിൻ്റെ കയ്യിലുള്ളൂ. അത് നേരെ കൊണ്ടുപോയിട്ട് പോയിൻ്റ് ചെയ്ത് നിൽക്കുന്നു. ആ പോയിൻ്റ് ചെയ്ത് നിൽക്കുന്ന മെമ്മറിക്കകത്ത് നമ്മുടെ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അതിനെ ആരാ എടുത്തുകൊണ്ടിരിക്കുക, MBR നമ്മുടെ മെമ്മറി ബഫർ രജിസ്റ്റർ എന്ന് പറയുന്ന MBR ഉണ്ട്. MBR എന്ത് ചെയ്യും, ആ സാധനത്തിനെ എടുത്തുകൊണ്ട് വന്നിട്ട് നേരെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൻ്റെ അടുത്തോട്ട് കൊടുക്കും. ആ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഡീകോഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് കോഡ് എന്താണ് എന്ന് മനസ്സിലാവുക. അതൊരു PLA എന്ന് കാണിച്ചിട്ടുണ്ട് അല്ലേ, പ്രോഗ്രാമബിൾ ലോജിക് അറേ. അവിടെയാണ് നമ്മുടെ ഈ കൺട്രോൾ സീക്വൻസിങ്ങും നമ്മുടെ കൺട്രോൾ മെമ്മറി മുഴുവൻ കിടക്കുന്നത് ആ PLAയിലാണ്. അപ്പോൾ അവിടെയാണ് നമുക്ക് കൺട്രോൾ മെമ്മറി അല്ല, ആ കോഡിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്ന ഡീകോഡറാണ് അതിനകത്ത് ഉണ്ടായിരിക്കുക. ആ ഡീകോഡർ പറയുന്നതിനനുസരിച്ചിട്ട് ഒരു പ്രോഗ്രാം സീക്വൻസർ ഉണ്ടാക്കുന്നു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് ഈ ഓപ്പറേഷൻ നടത്തേണ്ടത് അത് മുഴുവൻ ഒരു കൺട്രോൾ മെമ്മറിയിൽ ഉണ്ടായിരിക്കും. ആ കൺട്രോൾ മെമ്മറിയാണ് അതിനെ തീരുമാനിക്കുന്നത്. അതിൻ്റെ പുറമെ ഒരു പൈപ്പ് ലൈൻ രജിസ്റ്ററും കൂടെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പൈപ്പ് ലൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കംപ്ലീറ്റ് എക്സിക്യൂഷൻ കഴിഞ്ഞിട്ട് അടുത്ത എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് പകരം ഒരു എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എക്സിക്യൂഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേറ്ററി വർക്കൊക്കെ നമുക്ക് തുടങ്ങാം. അതായത് നമ്മുടെ ഒരു
നമ്മുടെ ഒരു ഫാക്ടറി പോലെ, ഒരു ഫാക്ടറിക്കകത്ത് ഒരു പ്രൊഡക്റ്റ് മുഴുവൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടല്ലല്ലോ അടുത്ത പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒഴിവനുസരിച്ചിട്ട് ബാക്കി പരിപാടികൾ ഇങ്ങനെ ചെയ്ത് വരുമല്ലോ. അപ്പോൾ അതുപോലെയാണ് ഇവിടെ ഈ ഒരു പൈപ്പ് ലൈനിങ്ങിൽ നടക്കുന്നത്. അതായത് ബാക്കിയുള്ള നെക്സ്റ്റ് വരുന്ന ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മൾ ഈ പൈപ്പ് ലൈൻ രജിസ്റ്ററിലേക്ക് കൊടുക്കുന്നു. സോ അത് വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് ഈ മൈക്രോ പ്രോഗ്രാം സീക്വൻസറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും. ഇനി ഇതിന് പുറമെ എക്സ്റ്റേണലി ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ മെമ്മറി യൂണിറ്റ് ഉണ്ട്. കാരണം മെമ്മറി യൂണിറ്റിനകത്താണ് ഒറിജിനൽ പ്രോഗ്രാമൊക്കെ ഇരിക്കുന്നത്, അത് എടുത്തുകൊണ്ട് വരാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ മക്സ് ഉണ്ട്. ആ മക്സാണ് ഇത് സെലക്ട് ചെയ്യണത്, എന്ത് ചെയ്യണം എന്നുള്ള കാര്യം സെലക്ട് ചെയ്യണത്. ഡാറ്റ പ്രോസസ്സറാണ് എല്ലാ ഓപ്പറേഷനും ചെയ്യണത്. അപ്പോൾ അതിനകത്തേക്ക് ആ ഡാറ്റ പ്രോസസ്സറിലേക്ക് നമ്മൾ ഡാറ്റ കൊടുക്കുന്നത് ഈ മക്സ് വഴിയാണ് കൊടുക്കുന്നത്. അപ്പോൾ മക്സാണ് തീരുമാനിക്കുന്നത് ഡയറക്റ്റായിട്ട് മെമ്മറിയിൽ നിന്ന് വരുന്നോ അതോ എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു ഇൻപുട്ട് വരണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. EXA എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആയിട്ടുള്ള അഡ്രസ് കൺട്രോളിംഗ് ആണ്. അപ്പോൾ അതൊക്കെ വരണമെന്നുള്ള തീരുമാനിക്കുന്നത് മക്സാണ്. അത് കഴിഞ്ഞ് ഡാറ്റ പ്രോസസ്സറാണ് ഡാറ്റ പ്രോസസ്സ് ചെയ്തിട്ട് മെമ്മറിയിൽ എവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യണോ അവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യണം. പക്ഷേ ഇതിനെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? നമ്മുടെ കൺട്രോൾ മെമ്മറിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. അതിനെ നമ്മുടെ ഇവിടെ ഈ ഒരു കേസിൽ നമ്മൾ പൈപ്പ് ലൈൻ രജിസ്റ്റേഴ്സ് വഴിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ലെഫ്റ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഓരോന്നും എന്താണെന്നുള്ളത്. എന്ന് പറയുന്ന ഒരു സീക്വൻസ് സെലക്ടറാണ്. അതായത് മൈക്രോ പ്രോഗ്രാം സീക്വൻസറിലേക്കുള്ള ഒരു ഇൻപുട്ടാണുള്ളത്. ആ സീക്വൻസ് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വരേണ്ടതെന്നുള്ളത്. അപ്പോൾ T എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് വഴിയാണ് നമ്മൾ ആ സിഗ്നലിനെ മൈക്രോ പ്രോഗ്രാം സീക്വൻസിലേക്ക് കൊടുക്കുന്നത്. I0, I1, I2 എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫർമേഷൻ ആണ്. ആ ഇൻഫർമേഷൻ വരുന്നത് നമ്മുടെ പൈപ്പ് ലൈൻ രജിസ്റ്ററിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ കൺട്രോൾ മെമ്മറിക്കകത്തുനിന്ന് ഈ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഡീകോഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ പൈപ്പ് ലൈൻ രജിസ്റ്ററിലേക്കാണ്. അതിനനുസരിച്ചിട്ടാണ് I0 to I1 വരുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മൈക്രോ പ്രോഗ്രാം സീക്വൻസർ തീരുമാനിക്കും ഏത് ഓർഡറിൽ പരിപാടികൾ നടത്തണം എന്നുള്ളത് തീരുമാനിക്കും. ഇനി SL എന്ന് പറയുന്നത് ഒരു മക്സ് സെലക്ടറാണ്. ആ മക്സ് അതായത് നമ്മുടെ ഇവിടുത്തെ സ്റ്റാറ്റസ് ബിറ്റുകൾ അനുസരിച്ചിട്ട് ഏത് ഓപ്പറേഷനാണ് നടക്കേണ്ടതെന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് SL എന്ന് പറയുന്ന സെലക്ടർ ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത BRA എന്ന് പറയുന്നത് ബ്രാഞ്ച് അഡ്രസ്സാണ്. ഇൻ കേസ് എന്തെങ്കിലും ഒരു ബ്രാഞ്ചിങ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ആരോട് പറയണം? മൈക്രോ പ്രോഗ്രാം സീക്വൻസറിനോട് പറയണം. നമ്മൾ നേരത്തെ പറഞ്ഞ സബ് റൂട്ടീനൊക്കെ പോലെ. അപ്പോൾ അത് പറയാനാണ് BRA എന്ന് പറയുന്ന സിഗ്നൽ ഉപയോഗിക്കുന്നത്. അടുത്തത് മെമ്മറി കൺട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ മെമ്മറിക്കകത്താണ് ഈ സംഭവങ്ങൾ ഇൻഫർമേഷൻ മുഴുവനുള്ള. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ അവിടെ നിന്നാണ് എടുക്കേണ്ടി വരിക. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ടുള്ള കൺട്രോൾ സിഗ്നൽസ്, അതായത് മെമ്മറിയിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് എടുക്കാനോ അല്ലെങ്കിൽ മെമ്മറിയിലോട്ട് അങ്ങോട്ട് എന്തെങ്കിലും സ്റ്റോർ ചെയ്യാനോ നമ്മളൊരു കൺട്രോൾ സിഗ്നൽ ഉപയോഗിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ MC എന്ന് പറയുന്ന മെമ്മറി കൺട്രോൾ ഉപയോഗിക്കുന്നത്. അടുത്തത് പ്രൊസസ്സർ സെലക്ടർ എന്ന് പറയുന്നത് നമ്മൾ ഈ ഡാറ്റ നമ്മൾ ഫുൾ ടൈം ഇത് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല. ഇതെല്ലാം റെഡിയായാൽ മാത്രമേ ഡാറ്റ പ്രോസസ്സ് ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ. അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് പ്രൊസസ്സറിനോട് വർക്ക് ചെയ്തോളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഡാറ്റ പ്രോസസ്സറിന് വേണ്ടിയിട്ടുള്ള പ്രൊസസ്സർ സെലക്ടർ PS ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ DF എന്ന് പറയുന്നത് ഒരു ഡാറ്റ ഫീൽഡാണ്. ഡാറ്റ ഫീൽഡ് എന്ന് പറയുന്നത് നമ്മുടെ മക്സ് വഴിയാണ്. അതായത് ചിലപ്പോൾ ഡാറ്റ വരുന്നത് പുറത്തുനിന്നായിരിക്കും ഡാറ്റ വരുന്നത്. അതല്ല, ചില സമയത്ത് ഡാറ്റ വരുന്നത് മെമ്മറിക്കകത്തു നിന്നായിരിക്കും. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മക്സിലേക്ക് കൊടുക്കുന്ന സിഗ്നലാണ് ഡാറ്റ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മുടെ എക്സ്റ്റേണലായിട്ട് വരുന്ന ഡാറ്റ ആയിരിക്കും, EXA എന്ന് പറയുന്ന എക്സ്റ്റേണൽ ഡാറ്റ ആയിരിക്കും നമുക്ക് കയറ്റി വിടേണ്ടി വരിക. ചിലപ്പോൾ മെമ്മറിക്കകത്ത് നിന്നുള്ള ഡാറ്റ ആയിരിക്കും കയറ്റി വിടേണ്ടി വരിക. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് പ്രൊസസ്സറിനകത്തേക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് DF ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് മൈക്രോ പ്രോഗ്രാംഡ് ഓർഗനൈസേഷനിൽ വരുന്നത്, വിച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ മെമ്മറി യൂണിറ്റ് ഇൻസ്ട്രക്ഷനെയും ഡാറ്റേനെയും സ്റ്റോർ ചെയ്യുന്നു. ഡാറ്റ പ്രോസസ്സർ ഡാറ്റേനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. അഡ്രസ് പ്രോസസ്സറാണ് അഡ്രസ്സിൻ്റെ ഇൻഫർമേഷൻ ഒക്കെ റിട്രീവ് ചെയ്ത് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഓപ്പറേഷനൊക്കെ നടക്കുന്നത്. മെമ്മറിക്കകത്ത് നിന്നുള്ള സാധനം എടുക്കുന്നു, ഡാറ്റ പ്രോസസ്സറിൽ വെച്ചിട്ട് ഓപ്പറേഷൻസ് നടത്തുന്നു. പക്ഷേ ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ പ്രോസസ്സർ യൂണിറ്റ് എന്ന് പറയുന്ന ഭാഗമാണ്. ഇനി ഇൻസ്ട്രക്ഷൻ കോഡ് ബിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനെയാണ് നമ്മളവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള മാക്രോ ഓപ്പറേഷൻസ് വരുന്നുണ്ട്. പിന്നെ കോഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ചില സമയത്ത് നമ്മളിതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഓപ്പ് കോഡ് ബിറ്റ്സ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഓപ്പ് കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഓപ്പറേഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറിയിലുള്ള ഒരു കോഡ് ഉണ്ടായിരിക്കും. ആ കോഡ് വെച്ചിട്ടാണ് നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യുക, എന്താണ് ഓപ്പറേഷൻ എന്നുള്ളതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മാപ്പിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്യാറുണ്ട്. ഒരു കോഡ് വന്നാൽ കറസ്പോണ്ടിങ്ലി ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ കൺട്രോൾ സിഗ്നൽസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ ആഡ് എന്നുള്ള ഓപ്പറേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ആഡ് എന്നുള്ള ഓപ്പറേഷൻ നടക്കാൻ എന്തൊക്കെ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അപ്പോൾ അതെല്ലാം കൂടി ചേർന്നൊരു മൈക്രോ പ്രോഗ്രാം ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു മാപ്പിംഗ് ഉണ്ടായിരിക്കും. അപ്പോൾ ആഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പ് കോഡ് കണ്ടാൽ ഓട്ടോമാറ്റിക്കലി
it will be mapped to the particular set of micro instruction stored in the control memory. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇനി കോഡ് ട്രാൻസ്ഫോർമേഷൻ അനുസരിച്ചിട്ട് ചില സമയത്ത് എക്സ്റ്റേണൽ അഡ്രസ്സ് നമ്മുടെ എക്സ്റ്റേണൽ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കാം ചിലപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പുറമേ എന്ന് പറയുന്ന നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാം എന്നായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ നമ്മുടെ സിഗ്നലിൽ നമ്മുടെ ഇൻസ്ട്രക്ഷൻസൊക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ EXA എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇൻപുട്ട് സീക്വൻസ് പിന്നീട് പോവുക. അപ്പോൾ നമ്മുടെ മൈക്രോ പ്രോഗ്രാം കൺട്രോളിനകത്ത് എന്തൊക്കെയുണ്ടെന്നുള്ളത് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഒരു സീക്വൻസർ ഉണ്ട്, ഒരു കൺട്രോൾ മെമ്മറി ഉണ്ട്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമ്മുടെ മൈക്രോ പ്രോഗ്രാംഡ് CPU എന്ന് പറഞ്ഞ ഭാഗം. അതായത് നമ്മുടെ മൊത്തം CPU ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അതിനകത്ത് മൈക്രോ പ്രോഗ്രാം കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞത് ഈ സീക്വൻസർ, പിന്നെ അതിനുള്ള കൺട്രോൾ മെമ്മറി, മൈക്രോ ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യാനുള്ള കൺട്രോൾ മെമ്മറി, അത് നമ്മൾ പറഞ്ഞൊരു ചിപ്പാണത്. പിന്നെ അതിനെ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു മൾട്ടിപ്ലക്സർ, പിന്നെ ഒരു പൈപ്പ് ലൈൻ രജിസ്റ്റർ. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ചേർന്നിട്ടാണ് നമ്മൾ മൈക്രോ പ്രോഗ്രാം കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഓരോന്നിൻ്റെയും കാര്യങ്ങളാണ് ഈ പറയുന്നത്. നമ്മൾ നേരത്തെ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഞാൻ ആ ഡയഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ. അപ്പോൾ നിങ്ങൾ ബാക്കിയൊന്ന് വായിച്ച് നോക്കിയാൽ മതി, പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കിയാൽ മതി. ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഓരോ ഫീൽഡും എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് പോസിബിൾ ആയിട്ടുള്ള മൈക്രോ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റുകൾ കാണിക്കാൻ വേണ്ടിയിട്ട് പൈപ്പ് ലൈൻ രജിസ്റ്ററിലെ ഓരോ ഫീൽഡിനെയും ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. അപ്പോൾ അവിടെ 3 ഫീൽഡ് നമ്മൾ പറയുന്നത്, ഒന്ന് ഐ ഫീൽഡ് എന്നുള്ള ഒരു ഫീൽഡുണ്ട്, 3 ബിറ്റാണ്. അവിടെ ഇൻപുട്ട് ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഐ ഫീൽഡ് യൂസ് ചെയ്യുന്നത്. SL ഫീൽഡ് എന്ന് പറയുന്നത് സ്റ്റാറ്റസിന് വേണ്ടി, മൾട്ടിപ്ലക്സറിലേക്ക് കൊടുക്കേണ്ട കൺട്രോൾ സ്റ്റാറ്റസ് പിന്നിന് വേണ്ടിയിട്ടാണ്. BRA എന്ന് പറയുന്നത് ബ്രാഞ്ച് അഡ്രസ്സിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. ഇത് 3ഉം കൂടെ ചേർന്നിട്ടാണ് നെക്സ്റ്റ് അഡ്രസ്സ് ആക്ച്വലി നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണത്. ഐ ഫീൽഡും SL ഫീൽഡും BRA ഫീൽഡും കൂടെ നോക്കിയിട്ടാണ് നെക്സ്റ്റ് മൈക്രോ ഇൻസ്ട്രക്ഷൻ ഏതാണെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് പറയണം. ഇനി അതേപോലെ തന്നെ അടുത്ത ഫീൽഡുകൾ പറയുകയാണെങ്കിൽ മെമ്മറി കൺട്രോൾ ഫീൽഡ്, പ്രോസസ് സെലക്ട് ഫീൽഡ്, ഡാറ്റ ഫീൽഡ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതിനകത്ത് ഈ ഡാറ്റ ഫീൽഡ് എന്ന് പറയുന്നത് ചില സമയത്ത് നമ്മൾ ചില കോൺസ്റ്റൻസ് യൂസ് ചെയ്യാറുണ്ട്. ഈ നമ്മുടെ അടുത്ത മക്സിലേക്ക് ഒരു കോൺസ്റ്റൻറ്റ് വെച്ചിട്ട് ആ കോൺസ്റ്റൻ്റ് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് കൊടുക്കേണ്ടി വരിക. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഡാറ്റ ഫീൽഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ശരിക്കും ഡാറ്റ റിലേറ്റഡ് ആയിട്ടുള്ള മെമ്മറിയിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ ഡാറ്റ പ്രൊസറിലേക്കാണെങ്കിലും ഒക്കെയുള്ള കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഔട്ട്പുട്ട് ഫ്രം ദ ഡാറ്റ ഫീൽഡ് മേ ബി യൂസ് ടു സെറ്റപ്പ് കൺട്രോൾ രജിസ്റ്റേഴ്സ് ആൻഡ് ഇൻട്രൊഡ്യൂസ് ഡാറ്റ ഇൻ പ്രൊസർ രജിസ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ അതാണ് അടുത്ത 3 ഫീൽഡിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി once a hardware configuration of a microprogram CPU is established, the designer can use it to construct any of many possible computer configurations. അപ്പോൾ ഈ ഒരു മൈക്രോ പ്രോഗ്രാം കൺട്രോൾ യൂണിറ്റ് നമ്മൾ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത്, ഞാൻ പറഞ്ഞല്ലോ, ജനറൽ പർപ്പസ് ആയിട്ട് ഏത് പ്രൊസസറിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്ന രീതിയിൽ നമുക്കതിനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റ് ഉണ്ടാവണം. ഏത് മൈക്രോ പ്രൊസസർ ആണെങ്കിലും അതിൻ്റെ ആർക്കിടെക്ചർ പ്രകാരം സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൈക്രോ പ്രോഗ്രാം നമ്മൾ ഉണ്ടാക്കി വെക്കണം. എന്നിട്ട് നമ്മളത് കൺട്രോൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. വൺസ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കമ്പ്യൂട്ടറിൻ്റെ കോൺഫിഗറേഷനിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാലും സ്പെസിഫിക്കേഷൻസിൽ മാറ്റങ്ങൾ വരുത്തിയാലും വലിയ ഹാർഡ്വെയർ ചേഞ്ച് അതിനകത്ത് ഉണ്ടാവില്ല. ഇനി ചില സമയത്ത് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു റോം മാത്രം, ഈ കൺട്രോൾ റോം മാത്രം റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് വീണ്ടും റീയൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതാണ് മൈക്രോ പ്രോഗ്രാം CPU ഓർഗനൈസേഷനകത്ത് പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ മൊത്തം CPU കൂടെ ഈ കൺട്രോൾ യൂണിറ്റും കൂടെ ചെല്ലുന്ന ഒരവസ്ഥയാണ് പറയുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ നമ്മളൊരു CPU ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പ്രോസസ്സർ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഒരു കസ്റ്റം മെയ്ഡ് പ്രോഗ്രാം ആണ് നമ്മൾ ഇതിനൊക്കെ പറഞ്ഞത്. അതായത് നമുക്ക് ഇന്ന ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ആ ഇൻസ്ട്രക്ഷൻസ് വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ സർക്യൂട്ടുകൾ ഉണ്ടാക്കണം, അതിനകത്ത് എങ്ങനെ രജിസ്റ്റർ അലൈൻ ചെയ്യണം, ഈ വക കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷേ ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് അങ്ങനെ ഒരു കസ്റ്റം മെയ്ഡ് ഉണ്ടാക്കുന്നതിന് പകരം ജനറിക്കായിട്ട് എല്ലാവർക്കും റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ജനറലായിട്ട് വേണ്ടി വരുന്ന കുറേ ഇൻസ്ട്രക്ഷൻസിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറേ ICകൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ജനറിക് ആയിട്ടുള്ള CPU ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയുള്ള CPUവിനെയാണ് നമ്മൾ ശരിക്കും മൈക്രോ പ്രൊസസ്സർ എന്ന് പറയുക.
ഓക്കെ, അപ്പോൾ അവിടേക്കാണ് നമ്മുടെ സബ്ജക്റ്റ് വന്ന് എത്തുന്നത്. ജനറിക് ആയിട്ടൊരു കമ്പ്യൂട്ടർ എങ്ങനെ ഒരു കസ്റ്റം മെയ്ഡായിട്ട് എങ്ങനെ ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നു, അതിൻ്റെ പ്രൊസസ്സർ എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു വന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റിപ്പീറ്റഡ്ലി ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോ സമയത്തും ഓരോരുത്തരും സ്വന്തമായിട്ട് കമ്പ്യൂട്ടറിൻ്റെ പ്രൊസസ്സർ ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു പോയിന്റിലേക്ക് എത്തിയിട്ടാണ് ജനറിക് ആയിട്ട് നമുക്ക് മൈക്രോ പ്രൊസസ്സർ എന്നുള്ളൊരു സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പോയിന്റിലേക്ക് എത്തുന്നത്. സോ കസ്റ്റം മെയ്ഡ് CPU പകരം ഈ പറഞ്ഞ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഫിക്സഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ സെറ്റുള്ള ഒരു IC ആണ് മൈക്രോ പ്രൊസസ്സർ എന്ന് പറയുന്നത്. നമ്മൾ അടുത്ത സെമസ്റ്ററിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സോ ഇറ്റ്സ് എ റെഡിമെയ്ഡ് CPU. മൈക്രോ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ റെഡിമെയ്ഡ് CPU ആണ് വിത്ത് എ ഫിക്സഡ് സെറ്റ് ഓഫ് കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ അതാണ് നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു കൺക്ലൂഷൻ, ഒരു പോസ് എന്ന് പറഞ്ഞൊരു അവസ്ഥ അതാണ്. അതിനാണ് നമ്മൾ ഈ സബ്ജക്റ്റ് പഠിച്ചത്. അടുത്ത സെമസ്റ്ററിൽ മൈക്രോ പ്രൊസസ്സർ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ പഠിച്ചത്. ഇനി കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള മൈക്രോ പ്രോഗ്രാമറിന് ഒരു മൈക്രോ പ്രൊസസ്സറിന് എന്തൊക്കെ കംപ്ലയിൻസും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നുള്ളത് ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ സ്വന്തമായിട്ട് ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ നടക്കുന്നതല്ല എളുപ്പം. പകരം ഇതെല്ലാം ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പ്രൊസസ്സർ എടുക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലതെന്നുള്ളതാണ് നമ്മളിപ്പോൾ ഫൈനലൈസ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് നമ്മുടെ കൺക്ലൂഷൻ. കസ്റ്റം മെയ്ഡ് ആകുമ്പോൾ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും, പക്ഷേ അതിനനുസരിച്ച് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളും നമുക്കതിനകത്ത് ഉണ്ടാവും. ഓക്കെ.